എന്താണ്ടാ കൊറേ നേരമുള്ള കുത്തി കളിച്ചോണ്ടിരിക്കണേ വല്ല വീഡിയോ കാണണ? വീഡിയോ ഒന്നുമല്ല കാക്കത്, ഇതേ ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു ഗെയിമാണ്. ഓൺലൈൻ ഗെയിമാണ്. ഫോണിൽ കൂടെ പൈസ ഇട്ടോ? ഇതെന്ത് ഗെയിമാടാ? അതൊക്കെ പറഞ്ഞുതരാക്ക, ഇതൊന്ന് കഴിയട്ടെ. കൊറേ ദിവസമായിട്ടാ ക്ലീറ്റേഴ്സിനെ കണ്ടിട്ട്, യാതൊരു അറിവില്ലല്ലോ. ശരിയാണല്ല, അവരെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ല. പറഞ്ഞു ആവർത്തിട്ടുള്ളൂ ദേവരനവൻ. എടാ ക്ലീറ്റേഴ്സേ, എന്തായാലും പറ ദേവന്നിട്ടോ. എന്താണ്ട ക്ലീറ്റസേ, കൊറേ ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. എന്താ ക്ലീറ്റേഴ്സേ നിന്റെ മുഖത്തിന് വല്ലാതെ വിഷമം? ഒന്ന് പറയേണ്ട മുമ്പായി വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ. കുറച്ച് സാമ്പത്തിക പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. എന്താണ്ടാ ഇത്രക്കും വലിയ സാമ്പത്തിക പ്രശ്നം? ഹലോ, അതെ ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ ഓക്കെ, ആ വീട്ടിൽ നിന്നാണ് ഞാൻ പോട്ടിൽ പോരാ. നിങ്ങളില്ലേ? എന്താടോ കൊറേ നേരമായി ചൂണ്ടിട്ടുണ്ട്, വല്ലത് കിട്ടോ? തേടാ ഇപ്പൊ വരാന്ന് പറഞ്ഞ പോയ ആളാണ് ദേവന്നി. എന്താണ്ടാ ക്ലീറ്റേഴ്സേ നിന്റെ പ്രശ്നം? ആ ഫോൺ മുതൽ വീട്ടിൽ പോയത്, വീട്ടിൽ ചെന്നപ്പോ നിറയെ കടക്കാരുണ്ടോ. കടക്കാരാ? അതെന്താടാ? പറയണ്ട, 12 ലക്ഷം രൂപ വേണ്ട ഒരു ബിസിനസ് ആയിട്ട് പോയേക്കണേ. 12 ലക്ഷം രൂപ? അതെന്ത് ബിസിനസ് ആണ്ടാ? നീ എന്ത് മണ്ടനാടാ? 12 ലക്ഷം രൂപ പോവാനായിട്ട് നീ എന്ത് ബിസിനസ്സാണ് ചെയ്തത്? എടാ ഞാനല്ല, എൻ്റെ ഭാര്യയുണ്ട് ചെയ്തത് ഓൺലൈൻ ബിസിനസ്സിൽ. 30,000 വേണമെന്ന് പറഞ്ഞു 30,000 ഇട്ട് കൊടുത്ത് 60,000 കിട്ടുന്ന പാട്ട്. 60,000 കിട്ടി. അത് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപ കിട്ടണമെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ കിട്ടുമെന്ന്. അങ്ങനെ 1 ലക്ഷം രൂപ ഇട്ട് കൊടുത്ത് 1 ലക്ഷം രൂപ കിട്ടി. എന്നിട്ട് 1 ലക്ഷം രൂപ എടുക്കണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞവർ. അങ്ങനെ അവളത് 5 ലക്ഷം രൂപ ഇട്ട് കൊടുത്ത് 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ പറയുകയും ചെയ്ത്. പിന്നെ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഇട്ട് കൊടുക്കണം. അത് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അവൾ എവിടെ നിന്നൊക്കെ കട മേടിച്ച് 10 ലക്ഷം രൂപ ഇട്ട് കൊടുത്തടാ. ബാങ്കിൽ പൈസ എടുക്കാൻ 1 രൂപ അക്കൗണ്ടില്ല. ഇങ്ങനത്തെ ഒരു കമ്പനി ഇല്ലെന്നാ പറയണ. ഞാൻ എവിടെ പോകണം കടമേടും. നിന്റെ ഭാര്യ എവിടെ നിന്നാണ് ഇത്ര കാശ് ഒപ്പിച്ചത്? നീ പോലീസ് സ്റ്റേഷനിലൊന്നും അപ്പൊ പരാതി കൊടുത്തില്ലേ? പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ട് പരാതി കൊടുത്തണ്ട. അവൾ മൈക്രോന്നും ഇസാഫിന്ന് അയൽക്കൂട്ടത്തിൽ നിന്ന് പിന്നെ കുറേ പേരെ സ്വർണ്ണങ്ങളൊക്കെ മേടിച്ച് പണയം വെച്ചിട്ടൊക്കെ എടുത്ത് കൊടുത്തേക്കണം. അപ്പോൾ അവരെല്ലാവരും കൂടെ വീട്ടിൽ വന്നേക്കണത്. ഞാനിതെവിടെ പോകും? നീ വിഷമിക്കണ്ടടാ, ഞങ്ങൾ രണ്ടാളും പോയിട്ടേ ശിവദാസനൊന്ന് പോയി കാണട്ടെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പോയി കാണാം. പുള്ളിയെ ആ കടവത്തുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോവാം. എന്താടോ 13 ലക്ഷം രൂപയെ? ഇവൻ സാധാരണക്കാരനല്ലേ, കൂലിപ്പണിക്കാരനല്ലേ? ഇവൻ്റെ ഭാര്യ 3 ലക്ഷം രൂപ എവിടെ നിന്ന് ഒപ്പിച്ച്? ഓ, ഇവിടെ ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പ് നടക്കണുണ്ടോ. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരാണ് ഇതിൽ പെടുന്നത്. പെട്ടെന്ന് പൈസക്കാരനാന്നുള്ള തരത്തിലാണ് ഇതെല്ലാം ഇങ്ങനെ ഫണ്ടെല്ലാം ഓരോരുത്തർ ഇറക്കുന്നത്. ഒരു കാര്യം ചെയ്, നിങ്ങൾ പോയി അവനെ ആശ്വസിപ്പിക്ക്. പൈസ പോയി, അത് കിട്ടൂല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാന്ന് നോക്കാം. കാക്കാ, എന്താണ്ടാ? കാക്കാ അറിഞ്ഞ അവന്റെ ഭാര്യ തൂങ്ങി. തൂങ്ങിയ എപ്പ? എന്നാ പാടെ പോടാ. ഭാര്യ പോകണം കിടക്കാണ്ടില്ലേ? 13 ലക്ഷം രൂപയിലുള്ള ഞാനതെങ്ങനെ പണിയെടുത്ത് വീടൂലടാ. എത്ര കുടുംബങ്ങളുടെ ഉമ്മക്ക് അനാഥരാക്കിക്കണേ. എന്റെ പോലുള്ള തട്ടിപ്പിന് ഞാനും പോയി വീഴണേ ദൈവമേ. എല്ലാരും